സംഭവമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ടെക്നിക്കൽ സൈഡൊക്കെയോ? എല്ലാം അടിപൊളി. അവസാന ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് സസ്പെൻസ് സൂപ്പറാണ്. പടം നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങളാണ്. ഒരു ജിത്തു ജോസഫിൻ്റെ ഒരു ഗ്യാരണ്ടീനകത്ത് കിട്ടിയില്ല. സൂപ്പർ സിനിമ. നല്ലൊരു ജിത്തു ജോസഫിൻ്റെ നല്ലൊരു ഒരു ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയാം. എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയധികം ട്വിസ്റ്റുള്ള മലയാള സിനിമ ഇതുവരെ ഇറങ്ങിയില്ല. കാരണം ട്വിസ്റ്റിനുമേൽ ട്വിസ്റ്റ് ഇങ്ങനെ കഥാഗതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് കുറേ കൂടെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ തിരക്കഥ നല്ല ഒഴുക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അപർണയും നമ്മുടെ ആസിഫ് അലിയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ബാക്കി കൂടെ ഉള്ളവർ അടിപൊളിയാണ്. നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം. അത്രയ്ക്ക് നല്ലൊരു മൂവി. പടത്തിൻ്റെ പേര് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ മതിയായിരുന്നു. കാരണം പടം ഫുള്ള് ട്വിസ്റ്റാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 3-4 ട്വിസ്റ്റ്, സെക്കൻഡ് ഹാഫിൽ ഒരു 3-4 ട്വിസ്റ്റ്. അത് വന്നില്ല. പടം ഇഴച്ചിലാണ്. പിന്നെ അതാണ് പറഞ്ഞത്, ആ ട്വിസ്റ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ആ ട്വിസ്റ്റൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ട്വിസ്റ്റാണ്. അതുകൊണ്ട് വലിയ ആ ഒരു ഇതില്ല. നമ്മളെ ജിത്തു ജോസഫിൻ്റെ ബാക്കിയുള്ള ദൃശ്യ മെമ്മറീസിൻ്റെ ലെവലൊന്നും വന്നിട്ടില്ല. അതൊരു ആവറേജ് ഫീൽ, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കും അത്രയും. സിനിമ എന്ത് പറയാൻ, ഒരു ആവറേജ് വിളിക്കുന്നതും താഴെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. കാരണം ആസിഫ് അലിയും അപർണയുടെ പെർഫോമൻസ് വൈസൊക്കെ ഓക്കെയാണ്. സിനിമ വൈസ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സംതൃപ്തി നൽകുന്നില്ല പടം. ജിത്തു ജോസഫിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ മൊമെൻറ്റ്സ്, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പം നമ്മൾ അത്രയും പ്രതീക്ഷിക്കും. അത്രയ്ക്കൊന്നുമില്ല. എല്ലാ ടെസ്റ്റുകളും കാരണം എല്ലാം പ്രിഡിക്റ്റബിളാണ്. A to Z നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. ഒരു സത്യം പറഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ അല്പം താഴ്ന്നു നിൽക്കുന്ന ഒരു പടം, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. ആവറേജ് മൂവിയാണ് കേട്ടോ. ആവറേജ് മൂവിയാണ്. നമ്മളൊരു ജിത്തു ജോസഫ് മലയാള സിനിമയിൽ നമുക്ക് എന്ന് പറഞ്ഞ് ഡയറക്ടർ റോളിൽ ജിത്തു ജോസഫിന് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൃശ്യം 1, 2 ആ നിലയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം. കാരണം ദൃശ്യം 3 നമ്മൾ വീണ്ടും വളരെ എൻഗേജ്ഡ്, വളരെ ആത്മാർത്ഥത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനകത്തൊരു ബ്രാൻഡ് നെയിമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പടത്തിൽ നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ, ആ ഹൈപ്പും അതേ നിലയിൽ നിലനിർത്താം. വളരെ മോശമില്ലാത്ത നിലയിൽ ഒരുപാട് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ട്വിസ്റ്റ് പെർഫോമൻസ്, എസ്പെഷ്യലി ആസിഫ് അലിയുടെ ആക്ടിങ്. രണ്ടാമത് നമ്മൾ ക്ലൈമാക്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമുക്കൊരു ആവറേജ് ലെവലിലേക്ക് അത് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്വിസ്റ്റുകളുടെ ആറാട്ടാണ്. ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്വിസ്റ്റ് ഇടയ്ക്ക് നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കും സ്ക്രീനിൽ. പിന്നെ നമ്മളൊന്ന് കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു സ്ക്രീനിൽ. അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമയുടെ പല ഭാഗങ്ങളിലും പോയിരിക്കുന്നത്. സിനിമ തുടങ്ങി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ട് സെറ്റ് ചെയ്ത് ആ ഒരു ഉദ്വേഗജനമായ രീതിയിൽ തന്നെ ഒരു ഇത് പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഒരു മേക്കിംഗ് ക്വാളിറ്റിയുടെ കൊണ്ടാണോ എഴുത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണോ ഒരു നല്ല രീതിയിൽ വലിയാന്നുണ്ടെങ്കിൽ ഇൻ്റർവെൽ ബ്ലോക്ക് കുറേക്കൂടെ നല്ല രീതിയിൽ കുറേക്കൂടെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് എടുക്കാമായിരുന്നു എന്ന് തോന്നി. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ഒരു ഡിസ്റ്റ്. പിന്നെ മിസ്റ്ററി ത്രില്ലർ സിനിമകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമൊന്നുമല്ല, ചിലരെ കാണുമ്പോഴത്തേക്കും നമുക്ക് തുടക്കമല്ല അറിയാം, എടാ യവൻ ഇതിനെന്തോ കളിയുണ്ട്, യവർക്ക് ഇതിൻ്റെ പിന്നിൽ എന്തോ ഇതുണ്ട്, യവർക്ക് എന്തൊക്കെയോ ലിങ്കുണ്ട്. മീൻസ് അങ്ങനത്തെ രീതിയിൽ നമുക്ക് തുടക്കത്തിലെ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് പ്രേക്ഷകരുടെ രീതിയിൽ കിട്ടും. അതെല്ലാം അങ്ങനെ തന്നെ വരുന്നുണ്ട് സിനിമയ്ക്കകത്ത്. പിന്നെ ഒരു ട്വിസ്റ്റുകളുടെ ഒരു അതിപ്രസരം കാരണം പിന്നെ അവസാനം നമുക്ക് ട്വിസ്റ്റ് വരുമ്പോഴത്തേക്കും ചിരിയാണ് വന്നത് അവസാനം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സിനിമയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു ക്ലൈമാക്സ് പോർഷൻ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് ആസ് എ പ്രേക്ഷകൻ. കാരണം അതുവരെ ഒരു സിനിമയുടെ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ ഉയർന്നും താഴ്ന്നും പിന്നെ നല്ല രീതിയിൽ താഴൊക്കെ പോയിട്ട് അവസാനം നല്ല ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ്, കാരണം നമ്മളത് എന്തെങ്കിലുമൊക്കെ വരുമെന്ന് നമുക്കറിയാം, പക്ഷേ അത് നമ്മളെ ഒരു പ്രതീക്ഷിക്കാത്ത, കാരണം എനിക്ക് അങ്ങനത്തെ രീതിയിലാണ് തോന്നിയത്. അപ്പം ആ ഒരു പോർഷൻ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ കുറേ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുറ്റമറ്റ തിരക്കഥ എന്നല്ല ദൃശ്യം എന്ന പോലെ. ദൃശ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോത്തിനകത്ത് ഇഴകീറിയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കുറേ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്.